എനിക്ക് പാഴച്ചയില്ലെന്ന് ഞാൻ പറയില്ല, കുറവില്ലെന്ന് ഞാൻ പറയില്ല. എനിക്ക് കുറവ് തീർച്ചയായിട്ടും ഞാൻ മനുഷ്യനാണല്ലോ. പക്ഷെ ഓവറാൾ ഞാനൊരു പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് അല്ല. ഞാനൊരു പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലുമല്ല. അതിന്റെ അർത്ഥം ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊന്നുമല്ല. ഏതെങ്കിലും പദവിയിൽ ഞാനിങ്ങനെ കടിച്ചു പിടിക്കാൻ നിൽക്കുന്നുവെന്നുമല്ല. അതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ, ഞാനിവിടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗത്വം സ്വന്തം താല്പര്യപ്രകാരം ആരും എന്നോട് മാറിപ്പോകാൻ പറഞ്ഞിട്ടല്ല. എല്ലാവരും പറഞ്ഞത് തുടരണമെന്നാണ്. അതെല്ലാം ഉണ്ടാകട്ടെ. എനിക്ക് ഇവിടുത്തെക്കാൾ ചെയ്യാനുള്ളത് കേരളത്തിൽ നടന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം വന്നവനാണ് ഞാൻ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ചെയ്യുകയും ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യങ്ങളെ പറ്റിയുള്ള തികഞ്ഞ ബോധ്യം എനിക്കുണ്ട്. CPIയുടെ ദേശീയ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാനായി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദില്ലിയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടർ TVക്കൊപ്പം ചേരുന്നു. വലിയ പരാജയമെന്ന് അങ്ങ് തന്നെ അംഗീകരിക്കുന്നുണ്ട്. നിലവിൽ ഈ ഒരു പരാജയം പ്രതീക്ഷിച്ചിരുന്നതുമില്ല. എത്രയും കനത്ത പരാജയം ആരും ചിന്തിച്ചു കാണില്ല. ആരും ഇത്രയും വലിയ വിജയം ഈവൻ കോൺഗ്രസ് ചിന്തിച്ചു കാണില്ല. 100 പറഞ്ഞപ്പോഴും അവർ അത്രയും കണക്കാക്കിയിട്ടുണ്ടാവില്ല. ഇല്ല, അവർ തന്നെ അവസാനം പറഞ്ഞല്ലോ ഒരു 85 മാക്സിമം. പിന്നെ അവർ പറഞ്ഞ് എന്തായാലും 70 മുകളിൽ പറഞ്ഞു. അതൊക്കെ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പം അതുകൊണ്ട് അവർ പോലും പ്രതീക്ഷിക്കാത്ത നേട്ടം അവർക്കുണ്ടായി. ഞങ്ങളൊരിക്കലും കാണാത്ത പരാജയം ഞങ്ങൾക്കുണ്ടായി. വലിയ പരാജയം അപ്രതീക്ഷിതമാണ്. പക്ഷേ പ്രാഥമികമായ വിലയിരുത്തൽ, ഇപ്പോൾ പാർട്ടി വിലയിരുത്തൽ സ്വാഭാവികമായി ഉണ്ടാകും. അങ്ങ് വർഷങ്ങളോളം ഈ രാഷ്ട്രീയത്തിലുള്ള ആളാണ്. പ്രാഥമികമായിട്ട് എന്താണ് കാണുന്നത്? അല്ല, പ്രാഥമികമായിട്ടുള്ള അഭിപ്രായം മാത്രം പറഞ്ഞാൽ പോരല്ലേ. ഇപ്പോൾ ഇതൊരു കനത്ത പരാജയമാണ്. പരാജയത്തിന്റെ മുമ്പിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പതറിപ്പോകാൻ പാടില്ല, പതറിപ്പോകുകയില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് വിജയം പോലെ തന്നെ സ്വാഭാവികമാണ് പരാജയമെന്നറിയാം. വിജയം വരുമ്പോൾ അഹങ്കരിച്ച് തലമറന്ന് എണ്ണ തേച്ച് ഞങ്ങൾ ഈ ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിച്ചു എന്ന ഭാവം ഉണ്ടാകാൻ പാടില്ല. പരാജയം സംഭവിക്കുമ്പോഴേക്കും അയ്യോ തോറ്റുപോയേ, എല്ലാം പോയേ എന്ന് പറഞ്ഞുകൊണ്ട് കളം വിട്ട് പിന്തിരിഞ്ഞു ഒളിച്ചോടാനും പാടില്ല. ഞങ്ങളിവിടെ ഉണ്ടാകും, ജനങ്ങളുടെ കൂടെ അവകാശ പോരാട്ടങ്ങളിൽ ലക്ഷ്യങ്ങൾക്കായി ഇടതുപക്ഷ ആശയങ്ങളുടെ ഗരിമയ്ക്കും ശരികൾക്കും വേണ്ടി പടവെട്ടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും കേരളത്തിലുണ്ടാകും. ഈ വളരെ പ്രധാനപ്പെട്ടൊരു വിമർശനമായി ഉയർന്നു വരുന്നത്, കുറെ CPI നേതാക്കൾ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു, ഇടതുപക്ഷ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷ നയവ്യതിയാനം എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ, പല സംഭവങ്ങളിലും അങ്ങനെ ഒരു പാളിച്ച വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും പറഞ്ഞു പോകുന്ന കാര്യമുണ്ട്. ഞാൻ തന്നെ പലവട്ടം പറഞ്ഞു, ഇടതുപക്ഷത്തെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഇടതുപക്ഷ മൂല്യബോധങ്ങളാണ്. ആ മൂല്യബോധം നിർണായകമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെന്റോ ഇടതുപക്ഷ പാർട്ടിയോ ഇടതുപക്ഷ മുന്നണിയോ ഇടതുപക്ഷ ആശയങ്ങളോട് 100% കൂറ് കാണിക്കാൻ കടപ്പെട്ടവരാണ്. അവിടെ സംഭവിക്കുന്ന ഓരോ പാളിച്ചയും പാളിച്ച തന്നെയാണ്. ഇടതുപക്ഷ നയവ്യതിയാനം സംഭവിച്ചത് ഈ പരാജയത്തിന് ഒരുപക്ഷെ കാരണമായിട്ടുണ്ടെന്ന് ഇടതുപക്ഷ അനുഭാവികൾ കരുതിയിട്ടുണ്ടാകില്ലേ? നയവ്യതിയാനൊന്നും തിരക്ക് പിടിച്ച് പറയണ്ട. പക്ഷെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇടതുപക്ഷത്തിന്റെ വ്യത്യാസം വാക്കിലോ അക്ഷരങ്ങളിലോ മാത്രമല്ല, അതൊരു പേരിന്റെ മാത്രം വ്യത്യാസമല്ല. അതെപ്പോഴും CPIക്ക് ബോധ്യമുണ്ട്. ഇടതുപക്ഷം വലതുപക്ഷം അത് 2 വാക്കിന്റെ വ്യത്യാസമാണ്. ആരോ പറഞ്ഞു ഒരു അക്ഷരം മാത്രമേ വ്യത്യാസമുള്ളത്. ഇവിടെ ഒരു എല്ലുണ്ട്, അവിടെ ഒരു യു ഉണ്ട്. എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞു, ഈ LDFന്റെ എല്ല് ഒരു വെറും എല്ലല്ല. ഈ എല്ല് മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാണ്. ഈ എല്ല് ഏറ്റവും മഹത്തായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാണ്. മതേതരത്വവും ജനാധിപത്യവും പൗരാവകാശങ്ങളും അടക്കമുള്ള ജനാധിപത്യ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ വിട്ടുവീഴ്ച കൂടാതെ നിൽക്കുന്ന എല്ലാണത്. അത് അധ്വാനിക്കുന്നവരുടെ, പാവങ്ങളുടെ, ദുഃഖിതന്റെ, അടിച്ചമർത്തപ്പെട്ടവന്റെ സ്വപ്നങ്ങളെയും സമരങ്ങളെയും ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചേർത്ത് പിടിക്കുന്ന ഒരു നട്ടെല്ലാണ് LDFന്റെ എല്ല്. പക്ഷെ അത് എപ്പോഴൊക്കെയോ പ്രതീക്ഷയ്ക്കൊത്ത് വന്നില്ല. പ്രത്യേകിച്ച് ആശാ സമരത്തിലൊക്കെ വീഴ്ച പറ്റിയെന്നൊരു വിലയിരുത്തൽ നേരത്തെ തന്നെ സഖാവിന് വ്യക്തിപരമായി ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. വ്യക്തിപരമായിട്ട് മാത്രമല്ല, ആശാ സമരത്തിലുള്ള അപ്രോച്ചിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ LDF ഗവൺമെന്റ് കാണിക്കേണ്ടുന്ന ഒരു സമീപനത്തിന്റെ പ്രശ്നമുണ്ട്. അങ്ങനെ കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അതിൽ
PMCയിൽ തിരുത്തിയ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം ഒരിക്കലും കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ PMC പോലെ ഒന്നിന് പങ്കാളിയാകാൻ ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റ് ആയിട്ടുള്ള കേരള ഗവൺമെന്റ് പോയിക്കൂടാ എന്ന് ഉറപ്പാണ് CPIക്ക്. CPMന് ഉറപ്പാണ്. CPIയുടെയും CPMന്റെയും എല്ലാ പ്രധാനപ്പെട്ട നയരേഖകളും ഒന്നുപോലെ തള്ളിപ്പറഞ്ഞ ഈ PMCയുടെ ബന്ധുവാകാനോ പങ്കാളിയാകാനോ കരാറിലെ ഒരു ഒപ്പിട്ട് കൊടുക്കാനോ ഒന്നും കേരള സർക്കാർ, അത് വെറും സർക്കാരല്ല, അത് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ സർക്കാരാണ്. സമരം ചെയ്യുന്ന അധ്യാപകരുടെ, വിദ്യാർത്ഥികളുടെ, ജനാധിപത്യവാദികളുടെ, വിദ്യാഭ്യാസ പ്രേമികളുടെ എല്ലാം അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു മുന്നണിയാണ് LDF. അതിന്റെ ഗവൺമെന്റ് PMC പോലെ ഒന്നിൽ കക്ഷിയായിക്കൂടാ എന്ന് ഉറപ്പിച്ചു പറഞ്ഞ പാർട്ടിയാണ് CPI. ഉറപ്പിച്ചു പറഞ്ഞു, അതിന് ഫലമുണ്ടായി. അതിലൊക്കെ ഒരു തെറ്റുപറ്റിയാൽ തെറ്റുപറ്റിയെന്ന് പറയാനോ അത് തിരുത്താനുള്ള ആർജവമുണ്ട് CPIക്ക്. ആ കാര്യങ്ങളിലൊക്കെ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് കൃത്യമായി പറയാനുള്ള ആർജവമുണ്ട്. സർക്കാർ തീരുമാനിച്ചല്ലോ, PMCയുമായിട്ട് മുമ്പോട്ട് പോയിക്കൊള്ളാം എന്ന് സർക്കാർ തീരുമാനിച്ചു. CPI പറഞ്ഞു, CPM പറഞ്ഞു, LDF തീരുമാനിച്ചു, മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ നടക്കുകയുമില്ല. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. അങ്ങ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പല ആവർത്തി പറഞ്ഞു ഒരു വ്യക്തിയല്ല മുഖം, ഒരു പ്രത്യയ ശാസ്ത്രമാണ് മുഖം എന്നങ്ങ് പറഞ്ഞു. പക്ഷേ വലിയ കൂറ്റൻ ഫ്ലക്സുകളാണ് ഉയർന്നത്. ഒരു മുഖം എന്ന നിലയ്ക്കാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അങ്ങക്കറിയുന്ന കാര്യമാണ്. അതിലൊരു വീഴ്ചയുണ്ടായോ? പ്രത്യയ ശാസ്ത്രമായിരുന്നില്ലേ നയിക്കേണ്ടിയിരുന്നത്? ക്യാപ്റ്റൻ ആയിരുന്നു. സംശയം എന്ത്? ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും ഇടതുപക്ഷ മുന്നണിക്കും വ്യക്തിയല്ല വലുത്, ആശയങ്ങളാണ്. ആശയത്തിന്റെ വ്യത്യാസമാണ് LDFന്റെ വ്യത്യാസം. അത് LDF മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആശയങ്ങൾക്കപ്പുറത്തേക്ക് വ്യക്തികളെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അപ്രോച്ച് അല്ല എന്ന കാര്യം എല്ലാവർക്കും ബോധ്യമാകും. അത് ഇതിലൂടെ ജനങ്ങൾ മനസ്സിലാക്കി തരികയാണോ? ജനങ്ങൾ വലിയവരാണ്. ഞങ്ങൾ ആരേക്കാളും മഹത്വം അവർക്കാണ്, ജനങ്ങൾക്കാണ്. ഒരു പാർട്ടിയേക്കാളും ഒരു മുന്നണിയേക്കാളും ഒരു നേതാവിനേക്കാളും താഴെയല്ല ജനങ്ങൾ എല്ലാവരേക്കാളും വലുതാണ്. ആ വലിയവരായ ജനങ്ങൾ പറയുന്ന ഒരു വിധിയെഴുത്തിന് ഇടതുപക്ഷ പാർട്ടി, ഏത് ഇടതുപക്ഷ പാർട്ടിയാകട്ടെ, നൽകേണ്ട പ്രാധാന്യം അത് പരമപ്രധാനമാണ്. ഈ പിണറായി വിജയനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയ കൂറ്റൻ ഫ്ലക്സ് ഒക്കെ വെച്ച് ഒരാൾ എന്ന നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കേന്ദ്രീകരിച്ചത് പരാജയത്തിനും കാരണമായിട്ടുണ്ടോ? അല്ല, LDFന്റെ രാഷ്ട്രീയത്തിന്റെ പ്രചാരവേലയിൽ സംഭവിച്ചിട്ടുള്ള അത്തരം പാളിച്ചകളെ പറ്റി LDF പരിശോധിക്കാൻ ആ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം കൂടി. ഈ നേതൃമാറ്റം ഉണ്ടാകണം, ഈ പ്രതിപക്ഷത്തിന്റെ മുഖം മാറണം എന്നൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ആവശ്യം CPIക്കുണ്ടോ? അല്ല, പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന ശൈലിയെ പറ്റി LDFന് അറിയാം. അത് ജനാധിപത്യ അവകാശങ്ങളെയും ജനകീയ ആവശ്യങ്ങളെയും പാവപ്പെട്ടവന്റെ താല്പര്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ മഹത്തായ മൂല്യങ്ങളെ, പാരമ്പര്യത്തെ, ലക്ഷ്യങ്ങളെ എല്ലാം മറന്നുപോകാതെ നടത്തേണ്ടുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ കടമയാണ് ഒരു ഇടതുപക്ഷ പ്രതിപക്ഷത്തിന്റെ കടമ. അതൊരു ജനപക്ഷ പ്രതിപക്ഷമാകണം. അതിന് വ്യക്തികളല്ല പ്രധാനം, വ്യക്തികളല്ല ഒരിക്കലും പ്രധാനം, നയങ്ങളും സമീപനവുമാണ്. CPIക്ക് വേണമെങ്കിൽ ആവശ്യപ്പെട്ടുകൂടെ എന്ന് ചോദിക്കുന്നൊരു ഇപ്പോഴുള്ളതിനൊക്കെ ഒരു പൊളിച്ചെഴുത്ത് വേണമെന്നൊരു ആവശ്യമുണ്ടോ? അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ. CPIയുടെ നിലപാടൊക്കെ CPI എല്ലാ കാലത്തും LDFൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നും മറച്ചു വയ്ക്കാതെ എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് PMCയുടെ നിലപാട് മാറിയത്. അങ്ങനെയാണ് ADGPI ആളുടെ കയ്യിൽ നിന്ന് ക്രമസമാധാന ചുമതല എടുത്ത് മാറ്റിയത്. അങ്ങനെയാണ് എലപ്പുള്ളിയിലെ ബ്രൂവറി വരാതെയായത്. അതൊന്നും കേരളം കാണാത്ത കാര്യങ്ങളല്ല, ആരും മറക്കേണ്ട കാര്യമല്ല അതൊന്നും. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ച ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചില ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. പരാജയപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ചർച്ചകളിൽ ഇതടക്കം പലതും വരും. അതൊന്നും ഒരു കുറ്റമല്ല, സ്വാഭാവികമാണ്. അതെല്ലാം അങ്ങനെ കാണാനുള്ള രാഷ്ട്രീയ പക്വതയും സംഘടനാ ബോധവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ നിർണയത്തിലടക്കം സംഭവിച്ചിരിക്കാവുന്ന ഏത് പാളിച്ചയും ഞങ്ങൾ മറച്ചു വയ്ക്കാതെ പരിശോധിക്കും, വീഴ്ചയുണ്ടെങ്കിൽ പറയും. അല്ല, അത് മാത്രമല്ല, അത് മാത്രമായിരിക്കില്ല. അത് മാത്രം കേരളത്തിൽ വലിയ കൊടുങ്കാറ്റ് വീശി, ഒരാളും കാണാത്ത പോലെ വലിയ കൊടുങ്കാറ്റ് വീശി. ആ കൊടുങ്കാറ്റിൽ പല വൻമരങ്ങളും കടപുഴകി വീണു. അതിനിടയ്ക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് പരാജയമുണ്ടായി. അതുകൊണ്ട് സ്ഥാനാർത്ഥികൾ മാറി വന്നിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ഗ്യാപ്പ് നികത്തപ്പെടുമോ? ആ ചോദ്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. എന്തായാലും ശരി, എവിടെയെങ്കിലും എല്ലാം നിർണയത്തിൽ പറ്റിയ പാളിച്ചയുണ്ടെങ്കിൽ ആ പാളിച്ചയെ പറ്റിയും പരിശോധിക്കാനും തിരുത്തൽ വേണമെങ്കിൽ തിരുത്തൽ വരുത്താനും ഒക്കെയുള്ള രാഷ്ട്രീയ ജാഗ്രത CPIക്കുണ്ട്. അതിനുള്ള പക്വത CPIക്കുണ്ട്. അതിന് പോന്ന നേതൃത്വം CPIക്കുണ്ട്. എൻ്റെ അവസാന ചോദ്യമാണ്,
അങ്ങ് ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. അങ്ങ് ഒരുപക്ഷെ ഇവിടുന്ന് സെക്രട്ടേറിയറ്റ് അംഗത്വം മാറി നിന്നാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് വീണ്ടും കൊണ്ടുവരണമെന്നാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ അങ്ങ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ അതിൽ വലിയ പാളിച്ചയുണ്ടായി. ഈ ബിനോയ് വിശ്വം നേതൃനിരയിൽ നിന്ന് മാറണം എന്ന നിലയിൽ പലയിടത്തും ഫേസ്ബുക്കിലെ എഴുത്തുകളാണ്, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ശരിക്കും അങ്ങനെയൊരു പതിവുണ്ടോ? അതിനോടൊക്കെ എന്താ പ്രതികരണം? അങ്ങനത്തെ ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് ഫേസ്ബുക്കിലെ പോസ്റ്റുകളല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്നത് പാർട്ടിയുടെ സംഘടനാ രീതികളും പാർട്ടിയുടെ രാഷ്ട്രീയവുമാണ്. അതുകൊണ്ട് ഫേസ്ബുക്കിൽ ഏതെങ്കിലും ആളുകൾ രാഷ്ട്രീയ പക്വതയില്ലാത്തവരോ അല്ലെങ്കിൽ പക്വതയില്ലാത്തവരെ പാട്ടിലാക്കിയ ശക്തികേന്ദ്രങ്ങളോ കേരളത്തിലെ BJPക്കകത്ത് മറ്റു ചില പാർട്ടികളിൽ പെയ്ഡായ ആൾക്കാരുണ്ട്. CPI വിരുദ്ധ പ്രചാരവേലയ്ക്ക് വേണ്ടി രാവകൽ ഓവർടൈം പണിയെടുക്കുന്ന പെയ്ഡ് ഏജൻസ് ഉണ്ട്. അവർ തൊടുത്തുവിടുന്ന ഇത്തരം പ്രാകൃതമായിട്ടുള്ള വാദങ്ങളൊന്നും CPI നയങ്ങളല്ല. അതൊരു കമ്മ്യൂണിസ്റ്റ് സഖാവിന്റെ വികാരങ്ങളുമല്ല. അതിനകത്ത് ദുർബലരായി ഏതെങ്കിലും സഖാക്കൾ പെട്ടുപോയാൽ രാഷ്ട്രീയമായിട്ടുള്ള ആളെക്കുറവിന്റെ കാര്യമാണത്. അങ്ങനെയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു പരാജയം സംഭവിച്ചു പറഞ്ഞാൽ തന്നെ നേതാവിന് മാറ്റുമെന്ന് രാഷ്ട്രീയ ബോധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നില്ല. നേതാവ് അപ്രമാദിയാണെന്നോ നേതാവ് അനിവാര്യമാണെന്നോ വാദം എനിക്കില്ല. ഏതൊരു നേതാവും അപ്രമാദിയല്ല, ഒരു നേതാവ് അനിവാര്യമൊന്നുമല്ല. പക്ഷേ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിലുള്ള കടമകളുടെ മുമ്പിൽ പാർട്ടിയെ നയിക്കാൻ എൻ്റെ ബോധ്യം, എൻ്റെ ഇത്രയും വർഷങ്ങളിലെ പ്രവർത്തന അനുഭവം ഞാൻ പറയുന്നത്, എൻ്റെ ബോധ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് ലക്ഷ്യങ്ങളുടെ മൂല്യങ്ങളെ ചോർത്തിക്കളയാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ സ്വഭാവത്തെ മാനിച്ചുകൊണ്ട് തന്നെ പാർട്ടി വഹിക്കേണ്ട പങ്ക് വഹിക്കുക എന്ന സമയത്തിൽ പാർട്ടിയെ ഐക്യത്തോടുകൂടി നയിക്കാനും ഇടപെടുവിക്കാനും ശ്രമിച്ച സെക്രട്ടറിയാണ് ഞാൻ. ആ സെക്രട്ടറിയെ പറ്റി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മതിപ്പുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനപ്പുറത്ത് എനിക്ക് പാഴച്ചയില്ലെന്ന് ഞാൻ പറയില്ല, കുറവില്ലെന്ന് ഞാൻ പറയില്ല. എനിക്ക് കുറവ് തീർച്ചയായിട്ടും ഞാൻ മനുഷ്യനാണല്ലോ. പക്ഷെ ഓവറാൾ ഞാനൊരു പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് അല്ല. ഉറപ്പായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളോടും CPI അണികളോടും പറയുന്ന വാചകമാണ്. തീർച്ചയായിട്ടും ഞാനൊരു പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമല്ല, ഒരിക്കലുമല്ല. അതിന്റെ അർത്ഥം ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊന്നുമല്ല. ഏതെങ്കിലും പദവിയിൽ ഞാനിങ്ങനെ കടിച്ചു പിടിക്കാൻ നിൽക്കുന്നുവെന്നുമല്ല. അതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ, ഞാനിവിടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗത്വം സ്വന്തം താല്പര്യപ്രകാരം ആരും എന്നോട് മാറിപ്പോകാൻ പറഞ്ഞിട്ടല്ല. എല്ലാവരും പറഞ്ഞത് തുടരണമെന്നാണ്. അതെല്ലാം ഉണ്ടാകട്ടെ. എനിക്ക് ഇവിടുത്തെക്കാൾ ചെയ്യാനുള്ളത് കേരളത്തിലാണെന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം വന്നവനാണ് ഞാൻ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ചെയ്യുകയും ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യങ്ങളെ പറ്റിയുള്ള തികഞ്ഞ ബോധ്യം എനിക്കുണ്ട്. കൃത്യമാണ് നിലപാട്. ഞാനൊരു പരാജയപ്പെട്ട നേതാവല്ല, പരമാവധി തന്റെ കഴിവിന്റെ അങ്ങേയറ്റം പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ബിനോയ് വിശ്വം സഖാവ് വ്യക്തമാക്കുന്നത്. VD ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ ദില്ലി.